എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാച്ചിങ് അമ്മീനി ചുട്ടിയും കൂടെ മാച്ചിങ് ഡ്രസ്സെല്ലാം ഇടിച്ചിട്ടുണ്ട്. ഏട്ടൻ സൈഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു ഫംഗ്ഷന് പോവാണ്, ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവാൻ വേണ്ടി പോകുന്നത്. എന്റെ നാട്ടിലാണ് കേട്ടോ ഫംഗ്ഷൻ, കോറോത്താണ്. അപ്പൊ നമുക്ക് പോവാം. ആരെ ബർത്ത്ഡേ ആണെന്ന് നീ ചുട്ടി പറഞ്ഞുതരും. ആരെ ബർത്ത്ഡേ കണ്ണാ? ആരെ? കുഞ്ഞാറ്റന്റെ ബർത്ത്ഡേയാ? എന്റെ കസിന്റെ മോളാണ് കുഞ്ഞാറ്റ. എന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ് അഗിന്റെ മോളെ ബർത്ത്ഡേ ആണ്, സെക്കൻഡ് ബർത്ത്ഡേ. അപ്പൊ നമുക്ക് ഇന്ന് എന്റെ ഫാമിലിയിലെ കുറെ ആളെ കാണാൻ വേണ്ടി പറ്റും, അധികം കാണാത്ത ആൾക്കാരെല്ലാം കാണാൻ പറ്റും. അപ്പൊ ബർത്ത്ഡേ ഫംഗ്ഷന്റെ അടുത്ത് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം, അല്ലേടാ? അപ്പൊ ഇതാ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞാറ്റ. ശരിക്കും പേര് ആൻഡ്രിയ എന്നാണ്. സൈഡിൽ നിൽക്കുന്നത് കുഞ്ഞാറ്റയല്ലേ, സൈഡിൽ നിൽക്കുന്നത് മീനൂട്ടി, അത് വേറെ വാവയാണ്. അപ്പോൾ പോകുമ്പം തന്നെ ഇവിടെ വലിയ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. കുഞ്ഞാറ്റ @2 എന്നെല്ലാം പറഞ്ഞിട്ട് ആൻഡ്രിയ അഗൽ എന്നെല്ലാം എഴുതിയിട്ട് നല്ലൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പം ആൾക്കാരൊന്നും അധികം വന്നിട്ടുണ്ടായിട്ടില്ല, വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടായിനി. സ്റ്റേജെല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോറേനെയും മിക്കീനെല്ലാം വെച്ചിട്ട് നല്ല അടിപൊളി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഈ അഗിക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ്, ഈ ഡെക്കറേഷൻ എല്ലാം ചെയ്യുന്ന ജോലി തന്നെയാണ്, അവരുടെ ടീം തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ തീമായാലും കളറായാലും എല്ലാം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുഞ്ഞാറ്റ ഡ്രസ്സെല്ലാം മാറ്റി റെഡിയായി വന്നിട്ടുണ്ട്. പാവത്തിന് പനിയാണ് കേട്ടോ. ഈ ബർത്ത്ഡേ ആയിട്ട് തന്നെ 2 ദിവസമായിട്ട് പനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മൂഡില്ലാത്ത. കുറച്ച് കഴിയുമ്പോഴേക്ക് ആൾക്കാരെല്ലാം കണ്ട് കളിക്കാൻ തുടങ്ങുമ്പോഴേക്ക് കുറച്ച് മൂഡ് വന്നു. പക്ഷെ നമ്മൾ പോയ സമയത്തെല്ലാം തീരെ മൂഡ് ഉണ്ടായിട്ടില്ല. നമ്മൾ മേലെ കയറി കാണുമ്പം കുളിച്ച് റെഡിയാവുന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മൂഡ് വരുന്നതേ ഉള്ളൂ. ഏതായാലും സ്റ്റേജിൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പാപ്പനെ രണ്ടാമത്തെ മോൻ ഷിജിലെ അവിടെ കയറി ഫോട്ടോയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇവൻ്റെ കല്യാണത്തിൻ്റെ തലേന്നെല്ലാം പോലെ ഒരു മൂഡ് ഉണ്ട് എന്നുള്ളത്. കുറച്ച് കഴിയുമ്പോഴേക്ക് കുഞ്ഞാറ്റി നിച്ചുട്ടിയും ഫ്രണ്ട്സായി കേട്ടോ. ഷെയ്ക്കാൻ്റെ എല്ലാം കൊടുത്ത് വർത്താനം പറയാൻ തുടങ്ങി. ചിരി വരുന്നുണ്ട്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് രാത്രി പരിപാടി നടത്തിയത്. എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ട് അതല്ലേ സൗകര്യം. ഉച്ചക്കാകുമ്പോൾ പിന്നെ വർക്കിംഗ് ഡേയ്സിൽ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, ഫാമിലി മുഴുവനായിട്ട്. അപ്പോൾ കുഞ്ഞാറ്റ അവിടെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു മിഠായിയെല്ലാം കിട്ടിയപ്പം കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയെല്ലാം ഓടി നടക്കുന്നുണ്ട്. ഞാൻ ഓരോരാളെയും ഇങ്ങനെ പറയുന്നില്ല കേട്ടോ, ആരാന്ന് റിലേഷൻ എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓരോരാളെയും എടുത്തെടുത്ത് പറയുന്നില്ല. കാണുന്നതെല്ലാം നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇതാ കുഞ്ഞുമക്കൾ, എൻ്റെ കസിൻസാണ് 2 ആൾ. അവർ ഓടി വന്നിട്ടുണ്ട്. ഇതാ കുഞ്ഞാറ്റക്ക് ഗിഫ്റ്റും കൊണ്ടാണ് വന്നത്, ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്. ഐ ലവ് യു കുഞ്ഞാറ്റ എന്നെല്ലാം എഴുതിയിട്ട് കുഞ്ഞുമക്കൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും ഇല്ലേ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാറ്റ മൈ സിസ്റ്റർ എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. ബൈ കൂക്കുട്ടി ആൻഡ് ശ്രീനന്ദ. ശ്രീകുട്ടി എന്ന പേര്, കുഞ്ഞാറ്റ കൂക്കുട്ടി എന്നാണ് പോലും വിളിക്കുക. അതുകൊണ്ട് അതുപോലെ എഴുതിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്ക് ഏച്ചിയും പ്രമോട്ടനും നമ്മുടെ മാളും പൊന്നും എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർ കുറച്ച് ലേറ്റായി വരാൻ, നമ്മൾ നേരത്തെ എത്തിപ്പോയി. നമ്മൾ ദൂരത്തുനിന്നായതുകൊണ്ട് നമ്മൾ ലേറ്റ് ആവേണ്ട വെച്ചിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് നമ്മൾ വേഗം എത്തി. അവരെല്ലാവരും കുറച്ച് കഴിയുമ്പോഴേക്കാണ് എത്തിയത്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ കുഞ്ഞു ഫാമിലി. അച്ഛനും അമ്മയും കുഞ്ഞാറ്റിയും അഖിലും ദർശനയും ആൻഡ്രിയും. ഇതാണ് അവർ മാച്ചിങ് കളർ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. കുഞ്ഞാറ്റക്ക് മൂഡ് വരുന്നേ ഉള്ളൂ. കേക്കെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ നല്ല മൂഡ് വരുമായിരിക്കും. പിന്നെ കുറേ നേരം ഫോട്ടോ എല്ലാം എടുത്തിട്ട് എല്ലാവരും വന്നവരെല്ലാം വെച്ചിട്ട് ഫോട്ടോ എല്ലാം എടുത്തു. നമ്മളും പോയി നിന്ന് അവരെ കൂടെ ഫോട്ടോ എല്ലാം എടുത്ത്. ശാങ്കുട്ടനുണ്ട്, അവനാണ് ഫോട്ടോ എല്ലാം എടുത്തത് കേട്ടോ. അവൻ അടിപൊളി ഫോട്ടോഗ്രാഫറാണ്, അടിപൊളിയായിട്ട് ഫോട്ടോ എല്ലാം എടുക്കും. അപ്പോൾ ഓനാണ് എല്ലാവരെയും നിർത്തി ഫോട്ടോ എല്ലാം എടുത്തിട്ട് സെറ്റാക്കിയത്. അപ്പോൾ എല്ലാവരെയും കണ്ട് ചേച്ചിമാരപ്പരെല്ലാം കളിക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ മൂടെല്ലാം വന്നിട്ട് കളിക്കാൻ തുടങ്ങി. പക്ഷേ നിച്ചൂട്ടി ഒന്നും മിങ്കിളാവണത്രേ, കുറേ ആൾക്കാരെ കണ്ടേ ആ ഒരു ഇതുണ്ട് അത്രേ നിച്ചൂട്ടിക്ക്. അപ്പോൾ അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും 1 by 1 ആയിട്ട് ഫാമിലി വൈസായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഫാമിലി ഫംഗ്ഷൻസിന് പോകുമ്പോൾ ഏറ്റവും പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ കുറേ നാളായിട്ട് കാണാത്ത നമ്മുടെ ഫാമിലിയിലുള്ള ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെ അധികം ഫാമിലിയിൽ ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ എല്ലാവരും കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും കാണാൻ പറ്റും, അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം.
നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം അയ്യോ ഇതാരും മനസ്സിലാവുന്നില്ലല്ലോ, കുറേ ആൾക്കാർ ഇങ്ങനെ കാണുന്നുണ്ട്, ആരും പരിചയമില്ലല്ലോ അങ്ങനെ തോന്നുന്നുണ്ടാവും. എന്നാലും എൻ്റെ ലൈഫിലുള്ള എല്ലാ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതും അങ്ങനെ ഒരു മൊമെൻ്റാണ് നമ്മുടെ ഫാമിലിയിലുള്ളത്. അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തത്. പിന്നെ കുറേ ഫാമിലി നമുക്കും ഒരു മെമ്മറി ആയിരിക്കുമല്ലോ, എപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പോൾ വാവേൻ്റെ സെക്കൻഡ് ബർത്ത്ഡേൻ്റെ ഒരു മെമ്മറി യൂട്യൂബിൽ അങ്ങനെ കിടക്കുമല്ലോ. അതുകൊണ്ടാണ് എല്ലാ മൊമെൻറ്റ്സും അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോഴേക്ക് കേക്കെല്ലാം എത്തിയിട്ടുണ്ട്, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെക്കറേഷനും ബാക്കി ലൈറ്റിങ്ങും അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഇവർ തന്നെ ആയതുകൊണ്ട് രാവിലെ മുതലേ ഇവരെല്ലാവരും അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ, നിങ്ങൾക്ക് കല്യാണമോ അതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഗ്ഗിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ബ്ലൂംസ് ഇവൻറ്റ്സ് എന്നാണ് പേര്. കോൺടാക്ട് നമ്പർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് കേക്കെല്ലാം കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഗിഫ്റ്റ് പോയ ഉടനെ തന്നെ കൊടുത്തു കേട്ടോ. കുഞ്ഞാറ്റ മേലെ റെഡിയാവുന്ന ഉണ്ടായി, അതുകൊണ്ട് നമ്മൾ റൂമിൽ വെച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്നതെല്ലാം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്ന് ഇങ്ങനെ ഗിഫ്റ്റെല്ലാം കൊടുക്കുന്നെല്ലാം ഉണ്ട്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റേജിൽ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട്, അവർക്കാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. ബർത്ത്ഡേ ആകുമ്പോൾ കുഞ്ഞുമക്കൾക്ക് ഭയങ്കര കാര്യമായിരിക്കുമല്ലോ കേക്ക് കട്ടിങ് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അവരെല്ലാം നല്ല ആവേശത്തോടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഫോട്ടോയെല്ലാം എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ ഫോട്ടോസെല്ലാം എടുത്ത് ബാക്കി കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. Happy birthday to you. हाँ जी लग रहा एक കേക്കെല്ലാം കട്ട് ചെയ്യുമ്പോഴേക്കും ഇത് നമ്മളെ കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള കുഞ്ഞുമക്കളാണ്. പക്ഷേ ഇവരെല്ലാം ഞാൻ നല്ല കുഞ്ഞതുണ്ടാകുമ്പം കണ്ടതേ ഉള്ളൂ. അതുകൊണ്ട് ഇവർ വലുതായപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഏത് വീട്ടിലാണെന്നെല്ലാം. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അയ്യോ ഈ മക്കൾ ഇത്ര വലുതായോ എന്ന് മനസ്സിലായത്. അപ്പോൾ ചേച്ചി നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നെല്ലാം പറഞ്ഞിട്ട് വന്നിന് വീഡിയോയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വൃത്തിക്ക് കാണിച്ചു തരാം. അവിടെ ലൈറ്റിങ് കുറവാണെന്നുണ്ടായിന്. അപ്പോൾ എല്ലാവരും കേക്ക് കിട്ടിയ സന്തോഷത്തിൽ കേക്കും കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന്. കേക്ക് കട്ടിങ് പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കുറച്ച് ആളായിട്ട് അങ്ങനെ ടീമായിട്ട് അങ്ങനെ ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട്. നിച്ചൂട്ടി ഇതാ രമ്യ വെല്ലീൻ്റെ മേത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെല്ലീൻ്റെ മടിയിലായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം നല്ല അടിപൊളി ബിരിയാണി എല്ലാമാണ്. അപ്പം വിളമ്പുന്നുണ്ട് പിള്ളേരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി എത്തിയിട്ടുണ്ട്. ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാട്ടിലെ ബിരിയാണി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രത്യേക ഒരു ഫ്ലേവറാണെന്ന് തോന്നലുണ്ട് കണ്ണൂർ നമുക്ക് അങ്ങോട്ട് കിട്ടുന്നതിനേക്കാളൊന്ന്. അപ്പം ഞാനൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ, എല്ലാവരും കൂടി കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ശ്യാംകുട്ടൻ. നമ്മളെ വീഡിയോ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ശ്യാംകുട്ടൻ. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ ഫോട്ടോയിൽ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ എടുത്തതാണ് കേട്ടോ. ഇതും എൻ്റെ അച്ഛൻ്റെ അനിയൻ തന്നെയാണ്. അപ്പോൾ അപ്പന് വയനാട് പോകണമെന്തോ മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമെന്ന്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഏച്ചി നമുക്കൊന്നും കൂടെ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് എല്ലാവരും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറത്തേക്ക് എന്താ നിച്ചുട്ടി അതാണ് റെസ്റ്റ് എടുക്കുന്നത്. നിച്ചു കുറത്തേക്കാന്നേ വന്നത് ഇടാ അച്ഛൻ്റെ എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക്. അവരങ്ങോട്ട് പോയി, ഏച്ചിയും പ്രമോട്ടനും പിള്ളേരും അങ്ങോട്ട് പോയി. നാളെ സ്കൂളിൽ പോകണമല്ലോ പിള്ളേർക്ക്. അതുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോയി, നമ്മളിങ്ങോട്ടേക്ക് വന്നു. ആ കുഞ്ഞാറ്റേൻ്റെ ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ ചുട്ടി? നമ്മ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരാന്നാ വിചാരിച്ചതേ. പക്ഷെ നിച്ചൂട്ടി ഭയങ്കര കരച്ചില്. ഏച്ചിയും അവരങ്ങോട്ട് പോകുമ്പം രമ്യ വെല്ലീൻ്റെ ഒപ്പം പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ലല്ലോ. നമുക്ക് രമ്യ വെല്ലീൻ്റെ ഒപ്പം ചന്തേരെ പോവാ, അവരെ ബാക്ക് പോവാന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ അതേ പിറന്നാളിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. ഇനിയിപ്പോൾ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കിടന്നുറങ്ങണം. 9:30 ആയി സമയം ഏകദേശം.
അപ്പോൾ ബർത്ത്ഡേ കുറേ ആളെ കണ്ടു, കുറേ ആളെ ഇനി കാണാൻ ബാക്കിയുണ്ട്, അത്ര വരുന്നേ ഉണ്ടായിട്ടില്ല. കുറേ നാളായി നമ്മളെ നാട്ടിലൊരു ഫംഗ്ഷന് വന്നിട്ട്, അതുകൊണ്ട് നാട്ടുകാരെയൊന്നും അങ്ങനെ കാണുന്നേ ഉണ്ടായിട്ടില്ല. ഇന്നാണ് കുറേ ആളെല്ലാം കുറേ കൊല്ലങ്ങൾക്ക് ശേഷം കണ്ടത്. പിന്നെ നീച്ചൂട്ടി ബഹളാക്കിയോണ്ട് പിന്നെ വേഗം ഇങ്ങോട്ടേക്ക് വന്നു. അച്ഛൻ ഉറങ്ങലായാലും ഇച്ചു ബാ ഇച്ചു അച്ഛ കത്തി കത്തി കത്തി. അച്ഛൻ പിറന്നാളെല്ലാം അടിച്ചു പൊളിച്ചാ? അടിച്ചു പൊളിച്ചു, ബിരിയാണി കഴിച്ചു. നിച്ചൂട്ടി അച്ഛൻ്റെ ഒപ്പം കളി തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ രാവിലെ പോണം, അതുകൊണ്ട് ഉറങ്ങാൻ വന്നേ. അപ്പോഴേക്ക് നിച്ചൂട്ടി സ്ഥാനം പിടിച്ചു കളിക്കാൻ. അല്ലിച്ചോ ബാ നമുക്ക് അപ്പുറത്ത് കളിക്കാം വാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഒരു കുഞ്ഞ് ഫാമിലി ഫംഗ്ഷൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തതാണ്. നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസ് നമ്മുടെ കുഞ്ഞാറ്റമ്മക്ക് വേണ്ടിയിട്ട് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് എൻ്റെ വീട്ടിലുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.